ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് നിർത്തിയിരുന്നത് ബിഗ് ഒ എന്താണെന്നുള്ളത് വെച്ചാണ്. ബിഗ് ഒ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിഗ് തീറ്റയാണ്. ബിഗ് തീറ്റ എന്ന് പറയുന്നത് ആവറേജ് ഓർ എക്സാക്ട് കോംപ്ലക്സിറ്റീനെയാണ് പറയുന്നത്. ബിഗ് ഒമേഗ എന്ന് പറയുന്നത് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ്. ഈ മൂന്നും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഒരു ലിസ്റ്റിൽ എലമെൻറ്റ് സെർച്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ലിസ്റ്റ് എഴുതാനാണെങ്കിൽ 10, 20, 13, 40 ആൻഡ് 50 ഇതാണ് ഒരു ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇല്ലാത്തൊരു എലമെൻ്റാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഗ് ഒ, വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് 15 എന്ന് പറയുന്ന എലമെൻ്റ് ആവാം, അല്ലെങ്കിൽ ആ എലമെൻറ്റ് ആ ലിസ്റ്റിൽ ഇല്ലാത്തതാവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതാണ് ബിഗ് ഒ. ഇനി ബിഗ് തീറ്റ എന്ന് പറയുന്നത് എക്സാക്റ്റ് ഓർ ആവറേജ് കോംപ്ലക്സിറ്റി ആണ്. അതായത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ മിഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 30 ആയിരിക്കും നമുക്ക് ആ സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ആയിരിക്കുന്നത്. ഇനി ബിഗ് ഒമേഗ എന്ന് പറയുന്നത് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ്. അതായത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ 10 ആണ് ആ ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെ വരുന്നതിനെയാണ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആൻ അറേ എന്നുള്ളത്. അറേ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് സെയിം ഡേറ്റ ടൈപ്പിലുള്ള കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. അതെവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കണ്ടിഗ്യുവസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് സെയിം ഡേറ്റ ടൈപ്പ് ആൻഡ് ആക്സസ് യൂസിങ് ആൻ ഇൻഡെക്സ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇൻറ്റ് a of 5 is equal to 10, 20, 30, 40 and 50. ഇതിൽ ഇൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റിജറാണ് അവിടുത്തെ ഡേറ്റ ടൈപ്പ്. എ എന്ന് പറയുന്നത് അറേയുടെ നെയിം ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. എ എന്ന് പറയുന്ന വേരിയബിൾ തന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഒരു അറേ നെയിം കൊടുക്കാം. ഇനി 5 എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് അറേയുടെ സൈസാണ്. അതിൽ ഈ എ എന്ന് പറയുന്ന അറേയിൽ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. അതാണ് നമ്മുടെ 10, 20, 30, 40 ആൻഡ് 50 എന്നുള്ളത്. ഇനി അറേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് എപ്പോഴും 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻഡെക്സ് 0യിൽ വരുന്ന എലമെൻ്റാണ് 10. അങ്ങനെ 1ൽ 20 വരും, 2ൽ 30 വരും, 3ൽ 40 വരും, 4ൽ 50 വരും. ഇങ്ങനെയാണ് ആ ഇൻഡെക്സിങ് പോകുന്നത്. അപ്പോൾ നമ്മൾ എ ഓഫ് 2 എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഏത് എലമെൻ്റ് ആയിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? എലമെൻറ്റ് 30 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? നെക്സ്റ്റ് കണ്ടിഗ്യുവസ് മെമ്മറി എന്നിവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിലാണ് ഈ എലമെൻറ്റ്സിന് അല്ലെങ്കിൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 20 എന്ന് പറയുന്നത് 1001, 30 1002, 40 1003 അല്ലെങ്കിൽ 1004, 50 എന്ന് പറയുന്നത് 1005. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിലായിരിക്കും ഈ വാല്യൂസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് അറേ എന്ന് പറയുന്നത്. അറേയുടെ അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ അത് ഫാസ്റ്റ് ആക്സസ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എലമെൻറ്റിനെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത് എ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്സസ് ആവുന്നു? 20 എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ആവുന്നു. അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് അറേയിൽ പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് അറേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫിക്സഡ് സൈസാണുള്ളത്. അറേ സൈസ് ഇപ്പോൾ 5 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ 6ാമതൊരു എലമെൻറ്റിനെ നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എ സ്പാർസ് മെട്രിക്സ്. സ്പാർസ് മെട്രിക്സ് എന്താണ്? മെട്രിക്സ് വിത്ത് മെനി സീറോസ്. അവിടെ മോസ്റ്റ്ലി സീറോസ് ആണ് ആ മെട്രിക്സിൽ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ മെട്രിക്സിൽ 0 0 0 5 0 0 0 0 0 ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവണം എന്താ? മോസ്റ്റ്ലി എല്ലാം സീറോസ് ആണ്. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പാർസ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോളിനോമിയൽ യൂസിങ് അറേ. പോളിനോമിയൽ യൂസിങ് അറേ എന്ന് പറയുന്നത് സ്റ്റോർ കോഎഫിഷ്യൻസ് ഇൻ അറേ. അതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3x² + 2x +
1. ഇതാണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറേയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം? അതിൻ്റെ കോഎഫിഷ്യൻസ് സ്റ്റോർ ചെയ്താൽ മതി. 3x² 3, 2x 2, 1. ഇങ്ങനെയാണ് അതിൻ്റെ അറേ വരുന്നത്. ഇതാണ് സിംപ്ലി പോളിനോമിയൽ യൂസിങ് അറേ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് സ്റ്റാക്ക് എന്നുള്ളതാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിഫോ സ്ട്രക്ചറാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ കുറേ പ്ലേറ്റ്സ് അടുക്കി വെച്ചിരിക്കുവാണ്. ആ പ്ലേറ്റ്സിൽ ലാസ്റ്റ് ഏത് പ്ലേറ്റ് ആണോ വെച്ചിരിക്കുന്നത് അതല്ലേ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. സെയിം അതേ കൺസെപ്റ്റാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇനി സ്റ്റാക്കിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് പുഷ്, പോപ്പ് ആൻഡ് പീക്ക്. പുഷ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിനെ ആ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് പുഷ് എന്ന് വിളിക്കുന്നത്. പോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റാക്കിൽ നിന്നും ആ എലമെൻറ്റിനെ പുറത്തേക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെ നമ്മൾ പോപ്പ് എന്ന് വിളിക്കും. ഇനി പീക്ക് എന്ന് പറഞ്ഞാലോ, ഏറ്റവും മേലെ ഇരിക്കുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ പീക്ക് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഒരു സ്റ്റാക്ക്. സ്റ്റാക്കിൽ എലമെൻറ്റിനെ പുഷ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ 1നെ പുഷ് ചെയ്തു, പിന്നെ 3നെ പുഷ് ചെയ്തു. ഇങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ നടത്തുന്നത്. പോപ്പ് എന്ന് പറഞ്ഞാലോ, ഈ 2നെ അങ്ങ് പോപ്പ് ചെയ്ത് കളയും. അപ്പോൾ ബാക്കി ആരേ ഉള്ളൂ? 1 ഉള്ളൂ. ഇനി ടോപ്പ് എന്ന് പറഞ്ഞാലോ, ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിനെ, പീക്ക് എന്ന് പറഞ്ഞാലോ ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിനെ ഇങ്ങനെ വ്യൂ ചെയ്യുന്നതിനെയാണ്, ടോപ്പ് എലമെൻറ്റിനെ നോക്കുന്നതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് റിക്കേർഷൻ, വേറൊരു ആപ്ലിക്കേഷനാണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ.